എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. 1999 വിജയ് മല്യയുടെ വഴിപാടായി സ്വർണം പൊതിഞ്ഞ പാളികൾ 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ചെമ്പായി മാറിയത് എങ്ങനെയാണ്? ക്ഷേത്ര പരിസരത്ത് മാത്രം അറ്റകുറ്റപ്പണി ചെയ്യണം എന്ന് വ്യവസ്ഥയുള്ളപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ അന്യ സംസ്ഥാനത്തേക്ക് ഇത് കൊടുത്തുവിട്ടത് എങ്ങനെയാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? തിരിച്ചെത്തിച്ച പാളികളുടെ തൂക്കം നോക്കി രേഖപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ സ്വർണവും അടിച്ചു മാറ്റിയോ? അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ലേ? അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. പി കെ ഗോപൻ, ഇതിന് ജനങ്ങൾക്ക്, ഭക്തർക്ക് ഒരു സമാധാനം ഉണ്ടാവണ്ടേ? ഇക്കാര്യത്തിൽ എന്ത് പരിശോധന നടത്തി അത് ജനങ്ങളോട് പറയും? ഇത് യഥാർത്ഥത്തിൽ പല വിവാദങ്ങളും ഉണ്ടായി പുകയടങ്ങിയതുപോലെ ഇതും അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത. കാരണം ഇതിനകത്ത് നമ്മൾ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഇത് അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അയ്യപ്പ സംഗമത്തിൽ ലക്ഷ്യമിട്ടിരുന്ന പല അയ്യപ്പ സംഗമത്തെക്കാൾ എത്രയോ നാള് മുമ്പ് നടന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത്ര ലാഘവത്വത്തോടു കൂടിയാണോ കാര്യങ്ങൾ ചെയ്തതെന്ന പ്രശ്നമില്ലേ? ഇപ്പൊ വീട്ടിലെ സൈക്കിൾ കേടായാൽ അയലോക്കത്തെ ചേട്ടന്റെ വീട്ടിൽ കൊടുത്തു വിട്ടിട്ട് വൈകുന്നേരം ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുന്ന പോലെയാണോ ശബരിമലയിൽ തിരുവാഭരണമായാലും സ്വർണത്തിന്റെ പാളികളായാലും കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് പുറത്തു പോകാൻ പാടില്ല, അതേ പ്രിമൈസസിൽ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ എന്ന് വ്യവസ്ഥയുള്ള ഒരു കാര്യം ഭക്തൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുടെ കയ്യിൽ കൊടുത്തുവിട്ട് കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു തവണയല്ല, 2 തവണയാണ് ഇയാൾ ഇത് ഊരിക്കൊണ്ട് പോവാണ്. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതാണ്. എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്. എന്താ വേണോ അഭിലാഷേ, മറുപടി പറയണോ? വാ തുറക്കാൻ സമ്മതിക്കാതിരുന്ന എന്ത് ചെയ്യും? പറയുമല്ലേ, ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളല്ലേ? ചോദിച്ചൊരു ചോദ്യത്തെ അഡ്രസ് ചെയ്യാനെങ്കിലും സമയം എന്താ? അല്ല, അഡ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താ ചോദിച്ചോണ്ടിരിക്കുക? നിങ്ങൾ ചോദിച്ച ചോദ്യത്തെ ഒന്ന് മര്യാദയ്ക്ക് സമീപിക്കാൻ സമയം എനിക്കിതാ. അല്ല, അങ്ങ് സമീപിച്ചോളൂ. അപ്പോഴത്തേക്കിന് ഞാൻ ഒരു വാചകം ഒന്ന് പൂർത്തിയാക്കട്ടെ അഭിലാഷേ. അതിന് കഴിഞ്ഞിട്ട് പോരാ. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവല്ല പറയുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞു പോരെ? ആരോ മോശം ചെയ്യാൻ പ്രവർത്തിക്കാൻ പോകുന്നു. അയ്യപ്പ സംഗമത്തിലല്ല എന്റെ ചോദ്യം. അതും കൂടെ എന്നാ അഭിലാഷ് പറഞ്ഞതാ. എന്തുത്തരമാണ് പറയേണ്ടതും കൂടെ അങ്ങ് പറഞ്ഞതാ. ഉത്തരം ഉണ്ടെങ്കിൽ അങ്ങ് പറയണം. ചോദ്യം ഡയറക്റ്റ് ആണ്. അതാണ് ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ചത്. അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ അതിങ്ങനെ കേരളത്തിലെ ഹിന്ദു സംഘടനകൾ 26 സംഘടനകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഗവൺമെന്റിന്റെ നീക്കത്തെ ആളുകൾ പ്രശംസിക്കുന്നു. അത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ആ സന്ദർഭത്തിൽ തന്നെ അതിന് 6 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനം അവിടെ ഉണ്ടോ എന്നുള്ള സംശയം ഉയർത്തുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സംശയം ഉയർത്തിയത് എന്തോ ഗുരുതരമായ ഗൂഢാലോചന. അപ്പൊ തന്നെ BJPയും കോൺഗ്രസും കൂടി ചാടി വീണിട്ട് ഇത് സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു, അത് കൊണ്ടുപോയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന മോശപ്പെട്ട ആക്ഷേപം ഉന്നയിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മോഷ്ടാവാന്ന് വരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അത് മുഴുവൻ തകർന്നു വീണതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റുപറച്ചിലും വിജിലൻസിന്റെ കണ്ടെത്തലും. ഇപ്പൊ അവിടെയാണ് നിൽക്കുന്നത്. ബാക്കി ഏത് പ്രശ്നത്തിലും അവിടെ സ്വർണം ആര് കൊണ്ടുപോയിട്ടുണ്ടോ, കൊണ്ടുവന്നിട്ടുണ്ടോ, അതിൻ്റെ എല്ലാ രേഖകൾ വെച്ച് ഹൈക്കോടതി പരിശോധിച്ച് നേരത്തെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായി പൊളിഞ്ഞടുങ്ങിയതുപോലെ ഇതും പൊളിഞ്ഞടുങ്ങാനാണ് സാധ്യത. നമ്മൾ വെറുതെ പുകമറ ഉണ്ടാക്കി ഈ പ്രശ്നത്തെ പർവ്വതീകരിക്കുകയാണ്. അവിടെ 1-2 ചോദ്യങ്ങൾ. ഇപ്പൊ അയ്യപ്പ സംഗമം 2025 നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ തവണ ദേവസ്വം ബോർഡ് ഈ സംഗതികൾ നന്നാക്കാൻ കൊടുത്തയച്ച വിഷയവും അവിടെ നിൽക്കട്ടെ. ഇവിടെ അടിസ്ഥാനപരമായി ഇപ്പൊ വെളിവാവുന്ന ചില വിഷയങ്ങൾ. 98-99 സ്വർണം പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയായിരുന്നല്ലോ. 2019 ഉത്തരവ് പറയുന്നത് ഇത് ചെമ്പുപാളിയാണെന്നാണ്. ഈ 20 കൊല്ലം കൊണ്ട് സ്വർണം എങ്ങനെ ചെമ്പായി? ആ സ്വർണം എവിടെ പോയി? ആ പ്രശ്നത്തിന് ആരും ഉത്തരം പറയും? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് അതിന് ഉത്തരം പറയേണ്ട, അല്ലെങ്കിൽ അവർക്ക് അതിന് ഉത്തരവാദിത്വമില്ല. പക്ഷേ 2019 നടന്ന കാര്യങ്ങൾക്ക് ആര് ഉത്തരം പറയും? ആര് സമാധാനം പറയും? ഇതിനകത്തൊരു ചെറിയ വ്യത്യാസങ്ങളുണ്ട് ശ്രീ അഭിലാഷ്. 4 കിലോ സ്വർണം എന്നുള്ളതും വളരെ അപകടകരമായ നിരീക്ഷണമാണ്. ഇതിനകത്ത് ആകെ 50 പവന് താഴെ ഉള്ളൂ. 50 പവൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 392 ഗ്രാമിന്റെയാണ് പ്രശ്നം വരുന്നത്. അല്ല, 1998 പത്ര റിപ്പോർട്ട്, അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പത്രക്കുറിപ്പ് അനുസരിച്ച് വന്ന പത്ര റിപ്പോർട്ടിൽ പറയുന്നത് 30.3 കിലോഗ്രാം സ്വർണം, 30.3 കിലോഗ്രാം പവനല്ല, 30.3 കിലോഗ്രാം സ്വർണമാണ് ആകെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി വായിക്കാം എന്തൊക്കെയാണ് ഈ പറഞ്ഞ സ്വർണ്ണ കവചം വന്ന കാര്യങ്ങളെന്ന്. ശ്രീകോവിലിന്റെ മേൽക്കൂര. അല്ല, ആ വാർത്ത ഞാൻ കണ്ടു. മാതൃഭൂമി പത്രത്തിന്റെ വാർത്ത കണ്ടു സാർ. അത് കണ്ടല്ലോ. ആ വാർത്ത കണ്ടു. ആ വാർത്ത അനുസരിച്ച് മാത്രമല്ല, പത്രത്തിൽ വരുന്ന ഒരു വാർത്ത അനുസരിച്ച് മാത്രമല്ല, അവിടുത്തെ രസീത് അനുസരിച്ച് കാണണമല്ലോ. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ.
ഇതൊക്കെ ശബരിമലയിൽ പോകുന്ന ആളുകൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളല്ലേ. ആ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പിന്നീട് വെറും പ്യുവർ ആയിട്ടുള്ള ചെമ്പായി മാറിപ്പോയി. എവിടെ പോയി ആ സ്വർണം എന്നുള്ള ചോദ്യം സംഗതമാണല്ലോ. പ്രധാന സംശയങ്ങൾ കോടതി ഇന്നലെ ഉന്നയിച്ചല്ലോ. 4.5 കിലോയുടെ കുറവ് മറച്ചു വെക്കാനായിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന് കേരള ഹൈക്കോടതിക്ക് തോന്നണമെങ്കിൽ പറയണമെങ്കിൽ. കോടതിയുടെ നിരീക്ഷണമാണ്, കോടതിയുടെ ഉത്തരവല്ല അഭിലാഷേ. കോടതിയുടെ ചോദ്യമാണ്, ഉത്തരവല്ല, കോടതിയുടെ നിരീക്ഷണമാണ്. ഞാൻ പറഞ്ഞല്ലോ. കോടതിക്ക് പോലും സംശയങ്ങളുണ്ട്, നാട്ടുകാർക്കും സംശയം ഉണ്ടാവില്ല. പി ശ്യാംരാജ്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആളെ പറ്റി അയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ദുരൂഹത ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. എന്നിട്ടും ഇയാൾക്ക് 5-6 വർഷത്തിന്റെ ഇടവേളയിൽ സന്നിധാനത്ത് വന്ന് അവിടുത്തെ സാധനങ്ങൾ അഴിച്ചുകൊണ്ട് ഞാൻ നന്നാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ കൊടുത്തുവിടാൻ പറ്റുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ളത് പ്രശ്നമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമുക്ക് ചിന്തിക്കണം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നമുക്ക് ചിന്തിക്കണം. ആരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സംവിധാനങ്ങളെല്ലാം ഇളക്കിയെടുത്ത് ചെന്നൈക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ദ്വാരപാലകരെ ഇളക്കിയെടുത്ത് ചെന്നൈക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിച്ചവർ എന്ന് നമുക്ക് പരിശോധിക്കണം. ആ സമയത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരായിരുന്നു പരിശോധിക്കണം. ആ സമയത്ത് ദേവസ്വം കൈകാര്യം ചെയ്ത മന്ത്രി ആരായിരുന്നു പരിശോധിക്കണം. ആ സമയത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു പരിശോധിക്കണം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഒരു ചൂണ്ടുവിരൽ, ഒരു വലിയ അടിമുടി ദുരൂഹത നിറഞ്ഞ വലിയ ഒരു അഴിമതിയുടെ, ഒരു കൊള്ളയുടെ ചൂണ്ടുവിരൽ തങ്ങളിലേക്ക് നീളുമ്പോ അതിൽ രാഷ്ട്രീയം കാണരുത് എന്ന് പറഞ്ഞിട്ട് തടി തപ്പാനൊന്നും CPM-നെ കൊണ്ട് പറ്റൂല. CPM-നെ പ്രതി പറഞ്ഞ രസകരമായിട്ടൊരു കാര്യമുണ്ട്. മാതൃഭൂമി പത്രത്തിൽ ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിക്കണം, 1998 മാതൃഭൂമി പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വന്ന ഒരു വാർത്ത, അതും ഇവരുടെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ E.K. നായനാർ കേരളം ഭരിക്കുമ്പോൾ ഇവിടുത്തെ ദേവസ്വത്തെ നിങ്ങൾ ചർച്ച അലമ്പാക്കല്ലേ. നിങ്ങൾ ചർച്ച അലമ്പാക്കല്ലേ. ഞാൻ പറയട്ടെ, ഇതെവിടെയാണ് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണിത്. എന്റെ അഭിലാഷി അന്ന് അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയൂ. ഇത് ഈ ചർച്ച മാത്രമൊന്നുമല്ല. ഞാൻ ധാരാളം ചർച്ചകളിൽ പങ്കെടുത്തപ്പോഴും അല്ലാതെ പുറത്തുനിന്ന് കണ്ടപ്പോഴൊക്കെ ഈ ഇടതുപക്ഷ പ്രതിനിധികളുടെ സ്ഥിരം പരിപാടിയാണിത്. അവർക്കൊന്നും പറയാനില്ലാതാവുമ്പോഴത്തേക്ക് ഇങ്ങനെ ചർച്ച അലമ്പാക്കുന്നത്. അത് നല്ല അടികൊള്ളാത്ത ശരി, E.K. നായനാർ കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അന്നത്തെ ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മാതൃഭൂമി പത്രം കൊടുത്ത ഈ വാർത്ത തെറ്റാണെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒരു പരാതി സ്റ്റേറ്റ്മെന്റോ കൊടുത്തിട്ടുണ്ടോ? ഇത് ഇവർ ആരെ വിഡ്ഢിയാക്കാൻ വേണ്ടി നോക്കുന്നത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിലെല്ലാം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത, ആ കാലഘട്ടത്തില് ശബരിമലയിലെ 30.3 കിലോഗ്രാം 30 കിലോഗ്രാം 300 ഗ്രാം സ്വർണം പൂശുക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. കേരളത്തിൽ വലിയ രീതിയിൽ വന്ന വാർത്തയായിരുന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. 20 വർഷത്തിന് ശേഷം വന്ന ദേവസ്വത്തിന്റെ ഓർഡറിൽ എഴുതിയിരിക്കുന്നത് ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളെ സ്വർണം പൂശാൻ കൊണ്ടുപോകണമെന്നാണ്. സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തെ 2019 ആകുമ്പോൾ എങ്ങനെയാണ് സ്വർണം പൂശിയതാകുന്നത്? എന്താ ഉറക്കം വരുന്നു. പിന്നെ ഈ 2019 പുതിയ ഒരു ആള് വന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരാണ് ഇയാള്? അതിനുത്തരം പറയേണ്ടേ ഇവര്. 2019 കേരളം ഭരിച്ചാരാ? ദേവസ്വം ബോർഡ് കൈയാളിയതാരാ? ആ സമയത്ത് ദേവസ്വം പ്രസിഡന്റ് ആരായിരുന്നു? അത് പിന്നെ ഏതോ ഒരു ലോകത്തുനിന്ന് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വരികയാണ്. അദ്ദേഹം പറയാണ്, ഞാനിതെല്ലാം കൊണ്ടുപോയിക്കോളാം, ഞാനിതെല്ലാം ഒന്നുകൂടി ഒന്ന് പാച്ച് വർക്ക് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നേക്കാം എന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിട്ടത്? ഈ നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടിമുടി ദുരൂഹതയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം എവിടെ നിന്ന് വന്നു? അതിനെക്കുറിച്ച് ഒരു ഉത്തരം പറയണ്ടേ? അതിനെക്കുറിച്ച് ഉത്തരം ചോദിക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് എങ്ങനെ പറയാം? എല്ലാം തകർന്നു എന്ന് തോന്നുന്നു. രാഷ്ട്രീയം പറയരുതെന്ന് പറയുന്ന അതേ LDF-ന്റെ CPM-ന്റെ പ്രതിനിധി തന്നെ പറയുകയാണ് ഇത് ആഗോള അയ്യപ്പ സംഗമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് BJP ഉൾപ്പെടെ ഉള്ള ആൾക്കാർ കൊണ്ടുവന്നുള്ള ആരോപണമാണ്. നോക്കണേ, അപ്പൊ അവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി രാഷ്ട്രീയം പറയാം. പക്ഷെ ഞങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയം പറയാൻ വേണ്ടി പറ്റാത്തത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.